ഹായ്, വെൽക്കം ടു ഓൾ. എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും ജോയ്സ് ജോർജിയസിൻ്റെ 25ാമത്തെ മലയാളം റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പര്യായ പദങ്ങൾ, കവിവാക്യങ്ങൾ, ആത്മകഥകൾ, വിശേഷണങ്ങൾ, തൂലികാനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതി, രചയിതാവ്, ഇത്രയും ഹെഡിംഗ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പര്യായപദങ്ങൾ, 2 വാക്കുകളുടെ പര്യായപദങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. ഒരു കവിവാക്യം ആരുടെയാണ്, ഏത് കവിതാ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. ആത്മകഥകൾ 3 നോക്കുന്നുണ്ട്. വിശേഷണങ്ങൾ 3 നോക്കുന്നുണ്ട്. തൂലികാനാമങ്ങൾ 5 നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രം, കൃതികൾ, അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, ആരാണ് രചയിതാവ്, അങ്ങനെ 2 ഹെഡിങ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാം കൂടെ തന്നെ 14-15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മലയാളത്തിൻ്റെ റിവിഷൻസ് കംപ്ലീറ്റ് ആക്കുവാൻ പറ്റും. 24 റിവിഷൻ ക്ലാസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ചിലർക്ക് പാട് കാണും കേട്ടോ, ഇഷ്ടമില്ലാത്തവർ കാണും, എങ്കിലും ഇഷ്ടത്തോടെ ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കണം കേട്ടോ. പര്യായ പദങ്ങൾ മദ്യം, സുര, ഹാല, കാദംബരി. മദ്യം, സുര, ഹാല, കാദംബരി. രശ്മി, മരീചി, കിരണം, മയൂഖം, അംശു, കതിർ. രശ്മി, മരീചി, കിരണം, മയൂഖം, അംശു, കതിർ. കവിവാക്യങ്ങൾ, കുമാരനാശാന്റെ കരുണയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിവാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. ആഹാ, സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹിയിൽ മറ്റെന്തോന്നുള്ളൂ ദയനീയമായി. കുമാരനാശാന്റെ കരുണയിൽ നിന്നെടുത്തിട്ടുള്ള അഹഹ, സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹിയിൽ മറ്റെന്തോന്നുള്ളൂ ദയനീയമായി. നന്നായിട്ട് ഈണത്തിലൊക്കെ വായിക്കാൻ പറ്റുന്ന കവിതാ ഭാഗമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയായാലും പഠിച്ചെടുക്കണേ. കുമാരനാശാന്റെ കരുണയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ്. അപ്പം ചോദിക്കുമ്പം ഈ കവിതാ ഭാഗം കൊടുത്തിട്ട്, ഈ വരികൾ കൊടുത്തിട്ട് ആരുടെ കവിവാക്യമാണ്, ഏത് കവിതാ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ആത്മകഥകൾ, മനസ്സാസ്മരാമി, എസ് ഗുപ്തൻ നായർ. ആത്മകഥകളാണ്. മനസ്സാസ്മരാമി, എസ് ഗുപ്തൻ നായരുടെയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റയ്ക്കാട്. എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റയ്ക്കാട്. എൻ്റെ വക്കീൽ ജീവിതം തകഴി. 3 ആത്മകഥകളാണ്. ആരുടെയൊക്കെയാണ് നമ്മൾ പഠിച്ചു. മനസ്സാസ്മരാമി, എൻ്റെ വഴിയമ്പലങ്ങൾ, എൻ്റെ വക്കീൽ ജീവിതം. അപ്പം മനസ്സാസ്മരാമി, എസ് ഗുപ്തൻ നായർ. എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റയ്ക്കാട്. എൻ്റെ വക്കീൽ ജീവിതം തകഴി. വിശേഷണങ്ങളാണ് അടുത്തത്. ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. സരസകവി, മൂലൂർ പത്മനാഭ പണിക്കർ. സരസകവി, മൂലൂർ പത്മനാഭ പണിക്കർ. ശബ്ദസുന്ദരൻ, വള്ളത്തോൾ നാരായണ മേനോൻ. ശബ്ദസുന്ദരൻ, വള്ളത്തോൾ നാരായണ മേനോൻ. തൂലികാനാമങ്ങൾ 5 പഠിക്കുന്നത്. പ്രഫ, വൈക്കം മുഹമ്മദ് ബഷീർ. പ്രഫ, വൈക്കം മുഹമ്മദ് ബഷീർ. നന്ദനാർ, PC ഗോപാലൻ്റെയാണ് തൂലികാനാമം. നന്ദനാർ. ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ. ഏകലവ്യൻ, KM മാത്യു. ഏകലവ്യൻ, KM മാത്യു. ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ. അടുത്തതാണ് കഥാപാത്രം, കൃതി, രചയിതാവ്. അപ്പം ഒരു കൃതി പറയുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ഭീമൻ. അപ്പം 2ാം ഊഴം, കൃതി 2ാം ഊഴം, കഥാപാത്രം ഭീമൻ, രചയിതാവ് MT വാസുദേവൻ നായർ. അപ്പം ഭീമൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ്? 2ാം ഊഴത്തിലെയാണ്. ഇതിൻ്റെ രചയിതാവ് ആരാണ്? MT വാസുദേവൻ നായർ. അതൊരു കോളം വരച്ച് നന്നായിട്ട് പഠിക്കത്തക്ക രീതിയിൽ കോളം വരച്ച് നമ്മൾ പഠിക്കുന്നിടത്ത് ഒട്ടിച്ചു വെക്കുവാണെങ്കിൽ നന്നായിട്ട് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അഡീഷൻ ടേബിളും പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കുഞ്ഞു ക്ലാസ്സിൽ അതുപോണക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത ഒരു കഥാപാത്രമാണ് കർണൻ. ഏത് കൃതിയിലെയാണെന്നറിയുമോ? ഇനി ഞാൻ ഉറങ്ങട്ടെ. രചയിതാവ് PK ബാലകൃഷ്ണൻ. PK ബാലകൃഷ്ണൻ. ഏതെങ്കിലും രീതിയിൽ നിങ്ങളിത് സ്കെച്ച് കൊണ്ടോ റെഡിങ് കൊണ്ടോ ഒക്കെ വരച്ച് അണ്ടർലൈൻ ചെയ്ത് നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പാടുപെട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഏത് രീതിയിലും ഏത് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം. അത് നമ്മുടെ ചോയ്സാണ്. നന്നായിട്ട് പഠിക്കുക. ഈ റിവിഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാൻ വേണ്ടി മാത്രമല്ല, ഇതുവരെ ഇതൊന്നും തൊടാത്ത കുറേ ആൾക്കാർ കാണുമല്ലോ.
ആദ്യമേ PSC എക്സാമിനകത്ത് എന്തൊക്കെ ചോദിക്കുമെന്ന് അറിയാൻ വയ്യാതെ തുടങ്ങുന്നവരുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ട് എന്നൊന്ന് അറിഞ്ഞിരിക്കാനും കൂടിയാണ്. റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്രദമാകും. പഠിച്ചിരിക്കുന്നവർക്ക് ഇതൊന്ന് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും, ആൻസർ പറയാൻ പറ്റും, റിപ്പീറ്റ് നിങ്ങൾക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റും. എല്ലാവരും ആഗ്രഹിച്ച പോലെ ജോലി നേടുവാൻ സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിക്കട്ടെ. എല്ലാവരും ആഗ്രഹിച്ച ഇടങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ഈ വർഷം തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത ഒരു നല്ല റിവിഷൻ ക്ലാസ്സിൽ 26ാമത്തെ റിവിഷൻ ക്ലാസ് ആണ് അടുത്തത്. അതിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മലയാളത്തിന് തന്നെ പഠിച്ചെടുക്കാനുണ്ട്. നമുക്ക് പഠിച്ചെടുക്കാം. കുറേയേറെ അധികം പോർഷൻസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ തുടങ്ങാത്തതാണ് ഈ കൃതികളും കഥാപാത്രങ്ങളും രചയിതാവും ഒക്കെ. അത് നമുക്ക് പഠിച്ചെടുക്കാം, നന്നായിട്ട് പഠിച്ചെടുക്കാം. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ജോലികൾ നേടട്ടെ, സന്തോഷം നിറഞ്ഞതാകട്ടെ ഈ ഒരു വർഷം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.